ഇന്നത്തെ വീഡിയോ മൈലാഞ്ചീൻ്റെ വീഡിയോ ആണ്. നമ്മൾ ട്യൂബ് മൈലാഞ്ചി കൊണ്ടല്ല, പഴയ കാലത്തെ രീതിയിൽ പോലെ പിന്നെ മരത്തുമെന്ന് ഇലയൊക്കെ ഊരിട്ട് അരച്ച് കയ്യുമ്മലിടുന്ന ഒരു വീഡിയോ ആണത്. ഇന്നത്തെ കാലത്തൊന്നും ഇതിനൊന്നും ആരും മെനക്കെടലും ഇല്ല. അപ്പം മൈലാഞ്ചീൻ്റെ ചെടിയൊന്നും അധികം കാണാനും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു പഴമയ്ക്കുള്ള തിരിച്ചുപോക്കാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആ മൈലാഞ്ചി കൊമ്പുമെന്ന് ഇലയൊക്കെ ഊരി എടുത്തിന്. കൊമ്പൊന്നും ഇല്ലാതെ വേണം, ഇല മാത്രമായിട്ട് വേണം നമ്മളത് ഊരി എടുക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് പേസ്റ്റ് പോലെ അരയ്ക്കണം. അരയ്ക്കുമ്പോൾ പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ വെള്ളം ഏറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൈമേലിട്ടാലും അത് മൈലാഞ്ചിമെന്ന് അതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചെടുക്കുക. ഇനി അത്യാവശ്യം വേണമെങ്കിൽ മാത്രം പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചെടുത്താൽ മതി. അതിൽ പിന്നെ തണ്ടൊന്നും ഇല്ലാതെ ഇലയൊന്നും ശരിക്കും അരയാതെ നിൽക്കരുത്. അങ്ങനെ നല്ല പേസ്റ്റ് പോലെ സ്മൂത്താക്കി അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നാക്കി അരഞ്ഞ് കിട്ടീന്. ഇതേപോലെ അരഞ്ഞ് കിട്ടണം. നമ്മളത് ഇനി ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളതൊന്നും കൂടെ ഇളക്കി നോക്കിയിട്ട് പിന്നെ അരയാത്ത ഇലയോ തണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മിക്സിയിലിട്ട് നന്നാക്കി അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഞാനതൊരു കുഞ്ഞു ബൗളിലേക്ക് എടുത്തിന്. അതിപ്പോൾ അതിൽ വെച്ച് ഇടാൻ കഴിയൂല, അതുകൊണ്ട് ഞാനൊരു സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിന്. പിന്നെ പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ മൈലാഞ്ചീൻ്റെ ചുവപ്പിന് വേണ്ടിയിട്ട് കുറച്ചൊരു ചായപ്പൊടി ചേർത്ത് കൊടുത്തിന്. പഴയ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിന്. പിന്നെ ഉണ്ട് ശർക്കര മൈലാഞ്ചി. ശർക്കര മൈലാഞ്ചി എങ്ങനെ ഇടുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിയുന്ന ഒരു ടിപ്പാണ് ഞാൻ അവിടെ കാണിച്ചത്. ഇനി ഞാൻ ആ മൈലാഞ്ചി നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ചെറിയ മോളെ കയ്യിലാണിത് ഇടാൻ പോണത്. അത്യാവശ്യം നല്ല ചോക്കണ മൈലാഞ്ചിയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ചായപ്പൊടി ചേർക്കുന്നുള്ളൂ. ഇനി ചുവക്കാത്ത മൈലാഞ്ചി കറി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം, അപ്പോൾ നല്ല ചുവപ്പ് കിട്ടും. അപ്പോൾ ഈ മൈലാഞ്ചി ആയതുകൊണ്ട് നമുക്ക് വലിയ ഡിസൈനൊന്നും വരയ്ക്കാൻ കഴിയില്ല, കാരണം ഇതുകൊണ്ട് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കാണിച്ചത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ സാധാരണ പൊതുവെ ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ, കാരണം കുറേ നേരം ഓലിട്ട് നിന്ന് തരുമില്ല. പിന്നെ ഓരങ്ങനെ ഉണങ്ങണ വരെ ഓരൊക്കെ വെയിറ്റ് ചെയ്യൂല. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. കുഞ്ഞു കുട്ടികളെ കയ്യിൽ പണ്ട് മുതൽക്കേ ഇങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുകൊണ്ട് വലിയ ഡിസൈനൊന്നും വരയ്ക്കാനൊന്നും നമുക്ക് കഴിയില്ല, ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൈമിൽ അതേപോലെ ഇട്ടണം. ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഊരി നോക്കിയപ്പോൾ നല്ല ഏകദേശം ഒരു ഓറഞ്ച് നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി കിട്ടുമ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ ടിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.